ഈ യൂട്യൂബ് ചാനലിൽ മുൻപ് പ്രക്ഷേപണം ചെയ്ത കൊച്ചി മെട്രോ വേഴ്സസ് കൊച്ചി ബസ്സസ് എന്ന വീഡിയോയുടെ 3-ാം ഭാഗമാണിത്. ഈ വീഡിയോയുടെ ആദ്യ 2 ഭാഗങ്ങൾ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട്. 1 കിലോമീറ്റർ മെട്രോ ലൈൻ പണിയാൻ കുറഞ്ഞത് 200 മുതൽ 250 കോടി രൂപ ചിലവ് വരും. മെട്രോയുടെ അത്രയും തന്നെ സൗകര്യങ്ങളുള്ള ശീതീകരിച്ച ഒരു ബസ് വാങ്ങാനുള്ള ചിലവ് 40 ലക്ഷം തൊട്ട് 1 കോടി രൂപ വരെ ആകാം. ഒരു ബസ് വാങ്ങാൻ 50 ലക്ഷം രൂപ എന്ന് കണക്കാക്കിയാൽ 1 കിലോമീറ്റർ മെട്രോ പണിയാൻ എടുക്കുന്ന പണം ഉപയോഗിച്ച് 5 ബസ്സുകൾ വാങ്ങാനാകും. കൊച്ചി മെട്രോ ഫേസ് 1ന്റെ മൊത്തം ചെലവ് ഏകദേശം 5300 കോടി രൂപ. 50 ലക്ഷം രൂപ വില വരുന്ന 10600 ബസ്സുകൾ വാങ്ങാൻ ഈ തുക കൊണ്ട് സാധിക്കും. ഒരു ബസ് കേരളത്തിൽ ഏകദേശം 550 ആളുകളെ ഒരു ദിവസം സെർവ് ചെയ്യും. അതായത് 10600 ബസ്സുകൾ കൊണ്ട് ഏകദേശം 58 ലക്ഷം ആളുകളെ സെർവ് ചെയ്യാൻ സാധിക്കും. കൊച്ചി മെട്രോ ആകട്ടെ ഒരു ദിവസം ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വെറും 1 ലക്ഷം മാത്രം. കൊച്ചി മെട്രോപൊളിറ്റൻ മേഖലയുടെ ആകെ ജനസംഖ്യ 2011 കണക്ക് പ്രകാരം വെറും 21 ലക്ഷം മാത്രം. 2025 ഇത് 31 ലക്ഷം എത്തിയാലും മെട്രോ റെയിൽ പണിയാൻ ഉപയോഗിച്ച പണത്തിന്റെ പകുതി മാത്രം ഉപയോഗിച്ച് ബസ്സുകൾ വാങ്ങാൻ തീരുമാനിച്ചാൽ എല്ലാവർക്കും സുഖമായി യാത്ര ചെയ്യാൻ സാധിക്കും. മെട്രോ ട്രെയിനുകൾക്ക് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എത്തിച്ചേരാനും ബസ്സുകൾക്ക് കഴിയും. ഇനി വാഹനങ്ങൾ വാങ്ങിക്കാൻ KSRTCക്കോ സർക്കാരിനോ പണം ഇല്ല എന്നിരിക്കട്ടെ. വേണ്ട, പണം നൽകി വാങ്ങാൻ പറ്റുന്ന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് വാങ്ങിക്കട്ടെ എന്ന് വെച്ചാൽ മതി. ബസ്സുകളുടെ റൂട്ട്, നിരക്കുകൾ എന്നിവയും ബസ് ഓപ്പറേറ്റർമാർ റോഡ് നിയമങ്ങൾ പാലിക്കുന്നുണ്ട് എന്നും സർക്കാർ ഉറപ്പുവരുത്തിയാൽ മതി. ഇനി മെട്രോയ്ക്കായി പണം മുടക്കിയാലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. കൊച്ചി മെട്രോ പണിയാനായി ഫ്രാൻസിലെ AFD ബാങ്ക് 180 മില്യൺ യൂറോ അഥവാ ഏകദേശം 1500 കോടി രൂപ വായ്പയായി നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ പ്രോജക്റ്റ് നടപ്പാക്കാനുള്ള ടെക്നിക്കൽ സഹായങ്ങളും കരാറിന്റെ ഭാഗമായി KMRLന് AFD നൽകിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലെ ബാങ്കുകളിൽ നിന്നും കുറഞ്ഞ പലിശയ്ക്ക് വായ്പ എടുത്തതിനു ശേഷം അവരുടെ പക്കൽ നിന്നും മെട്രോയ്ക്കുള്ള ടെക്നോളജി, സാമഗ്രികൾ എന്നിവ മേടിച്ച് അതേ ബാങ്കുകൾക്ക് തന്നെ മുതലും പലിശയും തിരിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് നാം കാണുന്ന കൊച്ചി മെട്രോ. ഇത് മനസ്സിലാക്കാൻ മെട്രോ റെയിലിന്റെ നഷ്ടത്തിന്റെ കണക്ക് മാത്രം ഒന്ന് നോക്കിയാൽ മതിയാകും. 2023-24 സാമ്പത്തിക വർഷം KMRLന്റെ നഷ്ടം 433 കോടി. 2022-23 കാലയളവിൽ നഷ്ടം 335 കോടി. 2018-19 മുതൽ 2023-24 വരെയുള്ള മൊത്തം നഷ്ടം 2039 കോടിയിലധികം. ഈ പണം മുഴുവൻ ബാങ്കുകളുടെ വായ്പാ തിരിച്ചടവായിട്ടും പലിശയായിട്ടും നാം അടച്ചുകൊണ്ടേയിരിക്കുന്നു. ഏകദേശം 4000 എയർ കണ്ടീഷൻഡ് ബസ്സുകൾ വാങ്ങിക്കാനുള്ള പണം. ഫ്രഞ്ച് ബാങ്കിൽ നിന്നും പണം വാങ്ങി അവരുടെ സാമഗ്രികൾ ഉപയോഗിച്ച് അവർക്ക് തന്നെ പലിശ അടച്ചുകൊണ്ടിരിക്കുക. ഇതാണ് മെട്രോയുടെ യഥാർത്ഥ അവസ്ഥ. ഇതിനു പുറമെ മെട്രോ റെയിൽ പണിയുന്ന വൻകിട കൺസ്ട്രക്ഷൻ കമ്പനികൾ, കോച്ച്, സിഗ്നൽ സിസ്റ്റംസ് നിർമ്മിക്കുന്ന വിദേശ രാജ്യത്തെ വൻകിട കമ്പനികൾ, ഇവർക്കും വലിയ ഗുണങ്ങൾ. കൊച്ചി നിവാസികൾക്ക് പൊടിയും ശ്വസിച്ച് ബ്ലോക്കിലും കിടന്ന് പേഷ്യൻസ് ടുഡേ കംഫർട്ട് ടുമാറോ എന്ന് വായിച്ചുകൊണ്ടും ഇരിക്കാം. നന്നായി പഠിച്ചാൽ ജീവിത വിജയം നേടാം എന്ന് പണ്ട് ടീച്ചേഴ്സ് പറഞ്ഞ് പറ്റിച്ചതുപോലെ. ഇനി മെട്രോ റെയിലിന് പകരം കൂടുതൽ ബസ്സുകൾ വന്നാൽ എന്തായിരിക്കും ഗുണം? ആദ്യമായി നിക്ഷേപം. കേരളത്തിൽ പ്രൈവറ്റ് ബസ് സർവീസ് ലാഭകരമായിരുന്നപ്പോൾ ബസ് സർവീസ് നടത്താനായി ഉടമകൾ പണം നിക്ഷേപിച്ചിരുന്നു. ഈ നിക്ഷേപം ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനികൾക്ക് തന്നെ ലഭിക്കും. രണ്ടാമതായി, യൂറോപ്പിലുള്ള വമ്പൻ ബാങ്കുകൾക്ക് പലിശ അടയ്ക്കേണ്ട ആവശ്യമില്ല. മികച്ച പൊതുഗതാഗത സംവിധാനങ്ങൾ വന്നാൽ കാറുകളുടെയും ബൈക്കുകളുടെയും വിൽപ്പന കുറയും. ഇത് മധ്യവർഗത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും. കാറുകളും ബൈക്കും കൂടുതൽ വാങ്ങുമ്പോൾ കോർപ്പറേറ്റ് കമ്പനികളുടെ ലാഭം വർദ്ധിക്കുകയും സാധാരണക്കാരുടെ ചിലവ് കൂടുകയുമാണ്. കേരളത്തിലുള്ളവർ തന്നെ പണം മുടക്കി പ്രൈവറ്റ് ബസ് സർവീസ് നടത്തുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ലാഭം ഈ നാട്ടിൽ തന്നെ ചിലവാക്കപ്പെടും. ഇവിടെയുള്ള തൊഴിലാളികൾക്കും അതിന്റെ ഗുണം ലഭിക്കും. ലോക്കൽ ഇക്കോണമി വളരും. അതേസമയം മെട്രോ ഓരോ കിലോമീറ്റർ വികസിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തേക്ക് ഇവിടുത്തെ ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ബസ് അധിഷ്ഠിതമായ പൊതുഗതാഗത സംവിധാനങ്ങളും കാറുകളും ബൈക്കുകളും ഉപയോഗിക്കുന്നതിൽ നിന്നുള്ള മാറ്റവും വന്നാൽ മറ്റു പല ഗുണങ്ങളും ഉണ്ടാകും. അവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, വാഹനങ്ങൾ കുറഞ്ഞാൽ അപകടങ്ങൾ കുറയും. 2024 എറണാകുളം സിറ്റി പരിധിയിൽ 3167 അപകടങ്ങളിൽ നിന്നായി 172 പേര് കൊല്ലപ്പെട്ടു. 2000-ൽ പരം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു.
അപകടങ്ങൾ പകുതിയായി കുറയ്ക്കാൻ കഴിയുകയാണെങ്കിൽ മാത്രം ഒരുപക്ഷെ നമുക്ക് ലക്ഷക്കണക്കിന് രൂപയും ആളുകളുടെ വിലപ്പെട്ട ജീവനും സംരക്ഷിക്കാൻ സാധിക്കും. ട്രാഫിക് മൂലമുണ്ടാകുന്ന മലിനീകരണം, ട്രാഫിക് നിയന്ത്രിക്കാനുള്ള പണം, അപകടത്തിൽ പെടുന്നവർക്കുള്ള ചികിത്സാ ചെലവ് ഇവയെല്ലാം ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം മെച്ചപ്പെടുത്തിയാൽ കുറയ്ക്കാൻ സാധിക്കും. രണ്ടാമതായി ജോലി. ഒരു ബസ് കുറഞ്ഞത് 3 പേർക്ക് ജോലി നൽകുന്നു. 2000 ബസ്സുകൾ 6000 ജോലികൾ സൃഷ്ടിക്കുന്നു. കൊച്ചി മെട്രോയിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം വെറും 1467 മാത്രം. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചാൽ ദരിദ്ര നിർമ്മാർജ്ജനവും സ്വാഭാവികമായും ഉണ്ടാകും. അതുമാത്രമല്ല, ആളുകളുടെ ജീവിത നിലവാരം ഉയർത്താനും സാധിക്കും. മൂന്നാമതായി നികുതി. ഒരു സ്വകാര്യ ബസ് സർക്കാരിലേക്ക് ഒരു വർഷം 1 ലക്ഷം രൂപ നികുതി അടയ്ക്കുന്നു. ഇത് സർക്കാരിന് വരുമാന മാർഗമാണ്. അടുത്തതായി ജീവിത ചെലവുകൾ. സ്ഥലങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി കൂടുകയും ആളുകൾക്ക് കൂടുതൽ ദൂരം റിലയബിളായി യാത്ര ചെയ്യാൻ സാധിക്കുകയും ചെയ്താൽ ടൗണിലെ സ്ഥലത്തിൻ്റെ വില കുറയും, ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളുടെ വില കൂടുകയും ചെയ്യും. ഇതുവഴി ആളുകൾക്ക് ഒരുപാട് തിങ്ങി നിറഞ്ഞ് സിറ്റിക്കുള്ളിൽ ജീവിക്കേണ്ട, ടൗണിനുള്ളിൽ ജീവിക്കുന്നവർക്ക് കുറച്ചുകൂടി സ്പേസും കിട്ടും. അതുപോലെ തന്നെ സിറ്റിയുടെ പുറത്തു നിന്നും കൂടുതൽ വരുമാനം ലഭിക്കുന്ന സിറ്റിക്കുള്ളിൽ ആളുകൾക്ക് യാത്ര ചെയ്ത് വന്ന് തിരിച്ചു പോകാനും സാധിക്കും. സിറ്റിക്കുള്ളിൽ ജോലി ചെയ്യാനുള്ള ആളുകൾ കൂടും. ഇതിനു പുറമെ പുറത്തുള്ളവർക്ക് കൂടുതൽ വരുമാനം നേടാനും സാധിക്കും. ആളുകളുടെ ജീവിത ചെലവ് കുറയ്ക്കാനായാൽ അത് സാമൂഹിക നീതിക്ക് വഴിതെളിക്കും. ഇതിലെല്ലാം പുറമെ ടൗണിലെ മലിനീകരണം വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കും. ഇത് ടൗണിനുള്ളിൽ ജീവിക്കുന്ന ആളുകൾക്കും ജോലി ചെയ്യുന്നവർക്കും ഗുണകരമാകും. പ്രദേശവാസികളുടെ ആരോഗ്യ ചെലവുകൾ കുറയ്ക്കാനും ഇത് ഇടവരുത്തും. ഗുണങ്ങൾ ഒരുപാട്, ദോഷങ്ങൾ കുറവ്. പിന്നെ എന്തുകൊണ്ടിങ്ങനെ ചെയ്തുകൂടാ? അതിൻ്റെ കാരണം ഇന്നത്തെ സർക്കാരിൻ്റെ മുൻഗണനകൾ മറ്റു പലതിനുമാണ് എന്നുള്ളത് കൊണ്ടാണ്. KSRTCയും മെട്രോയും എങ്ങനെ ലാഭത്തിലാക്കാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ സർക്കാർ ചിന്തിക്കുന്നത്. മാധ്യമങ്ങൾ ലാഭനഷ്ടക്കണക്കുകൾ അതേപടി റിപ്പോർട്ട് ചെയ്യുന്നു. മെട്രോ, KSRTC ബസ്സുകൾ എന്നിവയെപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ ഒന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഒരിടത്തും യാത്രക്കാരെ പറ്റിയും അവരുടെ ബുദ്ധിമുട്ടുകളെപ്പറ്റിയും ആരും സംസാരിക്കുന്നില്ല. ലാഭനഷ്ടക്കണക്കുകളും മത്സരയോട്ടവും സമരവും മാത്രം. എല്ലാ ദിവസവും ബസ് കാത്തുനിന്ന് ഇടിച്ചുകുത്തി ബസ്സിൽ കയറി യാത്ര ചെയ്യുന്ന സാധാരണക്കാരുടെ കഥയും നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന പ്രൈവറ്റ് ബസ് വ്യവസായവും തൊഴിലാളികളും വഴിയിൽ കിടക്കുന്ന യാത്രക്കാരുടെ അവസ്ഥയും ആർക്കും റിപ്പോർട്ട് ചെയ്യേണ്ട, സർക്കാരിന് നടപടിയെടുക്കുകയും വേണ്ട.